ഹലോ, ഗുഡ് ഈവനിംഗ്, നമസ്കാരം. സംഭവബഹുലമായ ഒരു വാർത്താ പകൽ അവസാനിക്കുമ്പോൾ അതിനിടെ കടന്നു വന്ന വാർത്തകൾ 100-ലധികമാണ്. അവയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളുടെ വിശകലനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലേ എസ് വിജയകുമാർ? അതെ, ഇന്ന് കേരളം ചർച്ച ചെയ്ത പ്രധാന വാർത്തകൾ ആഴത്തിൽ ആധികാരികമായി നമുക്ക് പരിശോധിക്കാം. വെൽക്കം ടു DNA. വീണ തൈക്കണ്ടിയിലിനെ ഇന്നലെ ചോദ്യം ചെയ്തത് 9 മണിക്കൂറിലധികം നേരമാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ ED അന്വേഷണം ഇനി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്ക്. കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അറിഞ്ഞിരുന്നു. CMRLന് സർക്കാരിൽ നിന്ന് വഴിവിട്ട സഹായം കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ഒന്നും വിട്ടുപറയാതിരുന്ന വീണ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിൽ ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. സേവനമൊന്നും നൽകാതെ എക്സാലോജിക് കമ്പനിക്കും വീണയ്ക്കും കരിമണൽ കമ്പനിയായ CMRL മാസം 8 ലക്ഷം രൂപ വീതം നൽകി വന്നത് പിണറായി വിജയന്റെ അറിവോടെയാണോ എന്നാണ് ചോദിച്ചറിയുന്നത്. CMRLുമായുള്ള വീണയുടെ കരാർ അടക്കമുള്ള കാര്യങ്ങൾ പിതാവായ പിണറായി വിജയൻ അറിഞ്ഞിരുന്നു എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവുകളാണ് ED തേടുന്നത്. രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിനിടെ വീണ എഴുതി നൽകിയ മറുപടിയിൽ ചില സൂചനകളുണ്ട്. ഇതിൽ പിടിച്ച് പിണറായിയിലേക്ക് എത്താൻ കഴിയുമോ എന്നാണ് അന്വേഷണം. അതിന്റെ ഭാഗമായിട്ടാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED ഒരുങ്ങുന്നത്. വീണയും എക്സാലോജിക്ക് നൽകിയ സേവനം എന്ത് എന്ന് CMRL ഡയറക്ടർ ബോർഡിന് കേന്ദ്ര ഏജൻസിക്ക് മുന്നിൽ വിശ്വസനീയമായ വിശദീകരണം നൽകാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. ശശിധരൻ കർത്തയുടെ മാസപ്പടി ഡയറിയിലുണ്ടായിരുന്ന മറ്റു നേതാക്കളെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസി കളമൊരുക്കുന്നുണ്ട്. എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് TV. എസ് വിജയകുമാർ, നമ്മൾ ഈ കേസിന്റെ തുടക്കം മുതൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതി. എന്ത് സേവനത്തിനാണ് മാസം തോറും ഈ തുക കൊടുത്തത്? അപ്പോൾ മറ്റെന്തെങ്കിലും സേവനം, ഒരു ഹിഡൻ സേവനം വേറെ ഏതെങ്കിലും വഴിയിൽ CMRLന് കിട്ടിയിട്ടുണ്ടോ? ED ആ വഴിക്കാണോ ഇപ്പോൾ നീങ്ങുന്നത്? സുജി, ഇതിൽ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, വീണയ്ക്ക് ഇങ്ങനെ മാസം തോറും പണം ലഭിക്കുന്നു, മാസപ്പടി എന്ന നിലയിൽ പണം ലഭിക്കുന്നതിന് പിന്നിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഉന്നതനെ സ്വാധീനിക്കാനാണോ എന്നൊരു സംശയം ആദായ നികുതി വകുപ്പ് തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പരോക്ഷമായി ആ റിപ്പോർട്ടിൽ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വഴിയിലേക്ക് അന്വേഷണം പോയേ പറ്റൂ. ED ആ വഴിക്ക് നീങ്ങുന്നു എന്നതിൽ തെല്ലും അത്ഭുതം എനിക്കില്ല. അത് സ്വാഭാവിക നടപടി തന്നെയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണല്ലോ എക്സാലോജിക്കിൽ ഈ കരാർ കിട്ടുന്നതും പണം കിട്ടുന്നതും ഒക്കെ. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിൽ IT സ്ഥാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ നടത്തുന്ന എത്രയോ 1000-ഓ 10,000-ഓ ആളുകളുണ്ട്. അവർക്കൊന്നും ഇത്തരം ഒരു കരാർ ലഭിക്കുകയോ മാസം തോറും CMRL നിന്ന് പണം ലഭിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ പണം ലഭിക്കുന്നതിന് പിന്നിൽ പിണറായി വിജയനെ സ്വാധീനിക്കാനാണോ എന്ന സംശയത്തിന്റെ പുറത്ത് ED നടത്തുന്ന അന്വേഷണം സ്വാഭാവികമാണ്. മൂന്നാം ഘട്ട ചോദ്യം ചെയ്യലിൽ അത്തരം ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും വീണ ടിയോട് ED ചോദിക്കുക. അതിനുത്തരം പറയാൻ അവർക്ക് കഴിയുമോ? ഇതുവരെ ഈ പണം എന്തിനു കിട്ടി, എന്ത് സേവനമാണ് CMRLിൽ എക്സാലോജിക് ചെയ്തത് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിശദീകരണം ലഭിച്ചതായി നമുക്ക് സൂചനയില്ല. ഇപ്പോ SFIOക്ക് കൊടുത്ത മൊഴിയിലും അത്തരം സൂചനകളില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് മൂന്നാം ഘട്ട ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമ്പോൾ ഉറപ്പായും അത് പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും. നമുക്കറിയേണ്ടത് പിണറായി വിജയനെ ED ഈ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ജോഷി കുര്യൻ, പിണറായി വിജയനെതിരെയാണ് EDയുടെ നീക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണയെ തേടി വീട്ടിലേക്ക് എത്തിയപ്പോൾ CPIMനെ ഇറക്കിയത്. അപ്പോൾ വഴി അത് നേരെ ഇപ്പോൾ പിണറായി വിജയനിലേക്ക് വെട്ടുന്ന ഒരു സാഹചര്യമാണോ EDയിൽ നിന്ന് കാണുന്നത്? സുജയ, എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ 2 തരത്തിലുള്ള ബെനഫിഷ്യറീസിനെ കുറിച്ചാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ബെനഫിഷ്യറി എന്ന് പറയുന്നത് വീണ വിജയനാണ്. അതായത് ഈ 2,85,00,000 രൂപ മാസം 8 ലക്ഷം രൂപ നിരക്കിൽ എക്സാലോജിക്കിലേക്കും വീണ വിജയനിലേക്കും വന്നു. അത് ഈ സാമ്പത്തിക ഇടപാടിലെ ഒന്നാമത്തെ ബെനഫിഷ്യറിയാണ് വീണ വിജയൻ. രണ്ടാമത്തെ ബെനഫിഷ്യറി എന്ന് പറയുന്നത് വീണ വിജയൻ ഇത്തരത്തിലൊരു സാമ്പത്തികം നൽകുക വഴി, പണം നൽകുക വഴി ഏതെങ്കിലും വിധത്തിലുള്ള ലാഭം മറ്റാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അല്ലെ ചുമ്മാ ആർക്കും പണം കൊടുക്കില്ലല്ലോ. വീണയ്ക്ക് ഇല്ലാത്ത സേവനത്തെയാണ് പണം കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് അങ്ങനെ പണം കൊടുത്തത്. അങ്ങനെയെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, മുഖ്യമന്ത്രിയിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള സേവനം, വഴിവിട്ട സേവനം ആർക്ക് കിട്ടിയിട്ടുണ്ട്? CMRLന് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സെക്കൻഡ് ബെനിഫിഷ്യറി ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ED അന്വേഷിക്കുന്നത്. ഒന്നാമത്തെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് വീണ തൈക്കണ്ടി, രണ്ടാമത്തെ ബെനിഫിഷ്യറി CMRL. ഈ 2 പേരെയും കണക്ട് ചെയ്യുന്ന ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് പിണറായി വിജയനാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന കണക്കുകൂട്ടലിലാണ് ഇതിനെ 2 പേരെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നത്. സുജയ,
തീർച്ചയായും ഇപ്പോൾ വീണ തൈക്കണ്ടിയിൽ ആ ഒരൊറ്റ പേരിൽ എന്താണ് ഇഡിക്ക് ഇത്ര താല്പര്യമെന്ന് ചോദിച്ചാൽ ആ പേര് ഉത്ഭവിച്ചിരിക്കുന്ന ആ വീണ തൈക്കണ്ടിയിലുണ്ട് പിതാവിലേക്ക് തന്നെയാണ് അത് പോവുക. അദ്ദേഹം ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. മാത്രമല്ല കർത്തയുടെ മാസപ്പടി ഡയറിയിൽ ആ കുറിപ്പുകളിൽ കണ്ട PV അത് പിണറായി വിജയനാണോ എന്നൊരു സംശയം ഇപ്പോഴും നിൽക്കുകയാണ്. മറ്റ് പേരുകളൊക്കെ ഉണ്ട്. ആ പേരുകൾക്ക് ചുരുക്ക പേരുകൾക്കൊപ്പം തന്നെ കിടക്കുന്ന PVയും ഉണ്ട്. അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് ഈ പണമിടപാട് നടന്നതിന്റെ ഏകരേഖയായി ഇപ്പോൾ മുന്നിലുള്ളത് വീണ തൈക്കണ്ടിയുടെ എക്സാലോജിക് സൊല്യൂഷൻസിലേക്ക് പോയ പണമാണ്. അത് കൊടുക്കാത്ത സേവനത്തിനാണ്. അപ്പോൾ ഇഡിയുടെ അന്വേഷണം എത്താൻ സാധ്യതയുണ്ട് എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ലൈഫ് മിഷൻ കോഴക്കേസ്, അതുപോലെ തന്നെ CMRL കേസ്, കിഫ്ബി, ഇതിലെല്ലാം എങ്ങനെയാണ് കറക്കി കൊണ്ടുപോകുന്നത് എന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് നീക്കം എന്ന് വേണം ഇപ്പോഴത്തെ ഈ മൂന്നാം ഘട്ട ചോദ്യം ചെയ്യലിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെയുള്ള കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്? മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ, മുൻ IT കോർഡിനേറ്റർ, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അതിലേക്ക് അന്വേഷണം പോയി. അങ്ങനെയുള്ള ഒരു രീതിയല്ല ഇവിടെ, നേരെയാണ്, ഡയറക്റ്റ് ആണ്. അപ്പോൾ ആ ഡയറക്റ്റ് ആയിട്ടുള്ള പോക്ക് അത് പിണറായി വിജയനിലേക്ക് എത്തുമോ എന്നതറിയാൻ അടുത്ത ചോദ്യം ചെയ്യലിന് വീണ തൈക്കണ്ടിയിൽ ഹാജരാകുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. ആ മൂന്നാം ഘട്ട ചോദ്യം ചെയ്യൽ അധികം വൈകില്ല. സേവനത്തിന് പ്രത്യുപകാരം എന്ന രീതിയിൽ തന്നെയാണ് ഇഡി ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വിജയകുമാർ. സുജി, അങ്ങനെയാണെങ്കിൽ നേരെ വാ നേരെ പോ എന്ന ഇഡി നിലപാടിൽ ആ ചോദിക്കാത്ത ചോദ്യം ഏതാണ്? വീണയ്ക്ക് നൽകിയ മാസപ്പടിക്ക് പിന്നിൽ CMRLന് സർക്കാരിൽ നിന്ന് ലഭിച്ച വഴിവിട്ട സഹായങ്ങളോ? മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് കർത്തയുടെ കരിമണൽ കമ്പനിയുമായി ബന്ധമുണ്ടോ എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വീണയിൽ നിന്ന് ഇഡിക്ക് കിട്ടുമോ? അതറിയാൻ നമുക്ക് കാത്തിരിക്കാം. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വീര്യത്തോടെ നിന്ന ആ വിവാദം അത് VD സതീശൻ തണുപ്പിച്ചോ? വിജയകുമാർ. ആ വീര്യത്തോടെ നിൽക്കുകയാണ് ഇപ്പോഴും. അങ്ങനെ തണുക്കില്ല, തണുപ്പിക്കാൻ ശ്രമിച്ചാലുമെന്ന് വേണം കരുതാൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് ധനബില്ലിൽ നിന്ന് ഒഴിവാക്കില്ല. VM സുധീരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് മുഖ്യമന്ത്രി. മദ്യനയം വന്ന ശേഷം മാത്രം തുടർ നടപടി എന്ന സതീശന്റെ പ്രഖ്യാപനത്തെ സമുദായ നേതാക്കളും പിന്തുണച്ചതോടെ സുധീരന്റെ വാദം ഏറ്റെടുക്കാൻ ആരുമില്ലാതായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം UDFന്റെ മദ്യനയത്തിലെന്ന് എക്സൈസ് മന്ത്രി M ലിജു ഇന്ന് വിശദീകരിച്ചു. U-ടേൺ എടുക്കേണ്ടി വരുമെന്ന് കരുതിയ മദ്യവിവാദത്തിൽ മുഖ്യമന്ത്രിയുടേത് ഉറച്ച ചുവടുവയ്പ്. ധനബില്ലിൽ നിന്നും വിവാദ നിർദ്ദേശം പിൻവലിക്കില്ല. ചില ചട്ടങ്ങൾ കൂടി വേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ധനവകുപ്പിന് തീരുമാനം നടപ്പാക്കുന്നത് നീട്ടിവെക്കാനാകും. അപ്പോഴേക്കും നയം വരും. ഈ പഴുതുപയോഗിച്ചാണ് മുന്നണിയെ VD സതീശൻ വിശ്വാസത്തിലെടുത്തിരിക്കുന്നത്. അതോടെ കോൺഗ്രസ് മന്ത്രിമാർ ഒന്നിനു പിറകെ ഒന്നായി PM സുധീരനെ തള്ളി രംഗത്തെത്തി. അല്ല, അതൊക്കെ പാർട്ടിയും മുന്നണിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതൊക്കെ പരസ്യമായിട്ട് പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ലേ? അത് UDF ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കുമെന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ UDF ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനം നിങ്ങൾ എന്തായാലും അറിയിക്കുമല്ലോ. സമസ്ത മുഖപത്രം വിവാദ നീക്കത്തെ വിമർശിച്ച് മുഖപ്രസംഗം എഴുതിയിരുന്നു. എന്നാൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാക്കുകളിൽ ആ കടുപ്പമില്ല. സമസ്തയുടെ അയഞ്ഞ നിലപാട് ലീഗിനും പിടിവള്ളിയായി. ഇസ്ലാമിൻ്റെ നിലപാട് മദ്യം ഒരു നിലക്കും, മദ്യം തന്നെ ഒരു മയക്കുമരുന്ന് ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരുടെ നയത്തിൽ നമ്മൾ എതിർക്കല്ല. അവർക്ക് സർക്കാരിനൊക്കെ ഇഷ്ടമുള്ള നയങ്ങളൊക്കെ കൊണ്ടുവരാം. മദ്യനയത്തിൽ എപ്പോഴും കൊമ്പുകോർക്കുന്ന സഭയും ചുവടുമാറ്റി. ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുക കൂടി ചെയ്തു ജോസഫ് പാംപ്ലാനി. സമുദായ നേതാക്കൾ സമ്മർദ്ദത്തിനില്ലെന്ന് വ്യക്തമാക്കിയതോടെ പാർട്ടിക്കകത്തും പുറത്തും നിന്നു വന്ന നീക്കങ്ങളെ മറികടക്കാൻ സതീശനായി. ഒപ്പം സുധീരന്റെ വീര്യത്തിന് തടയിടാനും. എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് TV. ജോഷി കുര്യൻ, ഇവിടെ VM സുധീരൻ ഒരു പിൻസീറ്റ് ഡ്രൈവിംഗിന് അല്ലെങ്കിൽ ഞാനാണ് എപ്പോഴും തിരുത്തൽ വാദി എന്നുള്ളത് സ്ഥാപിക്കുന്നതിനായി ഇവിടെ VD സതീശന്റെ അടുത്ത് ശ്രമിച്ച് പരാജയപ്പെടുകയാണോ? എല്ലാ പിന്തുണയും സതീശനിലേക്ക് കേന്ദ്രീകരിക്കുകയാണോ ഇപ്പോൾ? രണ്ട് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, ഈ VM സുധീരന്റെ കാര്യത്തിലാണ്. VM സുധീരനെ അങ്ങനെ കെട്ടഴിച്ചു വിടേണ്ടുന്ന ഒരു കാര്യമില്ല എന്നൊരു തോന്നൽ കോൺഗ്രസിൽ തന്നെയുണ്ട്, UDFിൽ തന്നെയുണ്ട്. 2016 ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് KPCC പ്രസിഡന്റായിരുന്ന VM സുധീരൻ അന്ന് ആ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ഒരു പിൻസീറ്റ് ഡ്രൈവിങ്ങിന് അന്ന് ശ്രമിച്ചതാണ്. താനാണ് സൂപ്പർ പ്രതിപക്ഷം എന്ന നിലയിൽ അന്ന് VM സുധീരൻ വന്നതാണ്. അത്തരത്തിലൊരു സൂപ്പർ പ്രതിപക്ഷമാകാൻ VM സുധീരനെ അനുവദിക്കേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു ഭൂരിഭാഗത്തിന്റെയും നിലപാട്. അങ്ങനെ വന്നാൽ അത് ഈ ഭരണത്തെ തന്നെ ബാധിക്കും. മാത്രമല്ല
മാത്രമല്ല ലീഗിനടക്കം അതേ അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് അതിൽ ഇവരെല്ലാവരും ഒന്ന് മയപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് സർക്കാരിൻ്റെ എന്താ പറയുന്ന ഭരണത്തിലേറി ഒരു മധുര സുരഭില കാലമാണ്. അങ്ങനെ ഒരു മധുര സുരഭില കാലത്ത് ഇത്തരത്തിൽ ഒരു അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മറ്റൊരു ചർച്ചയിലേക്ക് ഇത് വഴിതിരിച്ചു വിടേണ്ടതില്ല എന്നൊരു തോന്നലുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം CM തന്നെ പറഞ്ഞത് UDF ചർച്ച ചെയ്യാം, UDF വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട എന്ന് CM തന്നെ നിയമസഭയിൽ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല, VM സുധീരനെ പോലുള്ളവർക്ക് വെറുതെ വഴിവെട്ടി കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് UDF സമസ്തയും ഈ പറയുന്ന ലീഗും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഒന്നയഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. സുജയ. ഓക്കെ, S. വിജയകുമാർ, ഇനി അങ്ങോട്ട് ഈ വിഷയത്തിൽ ഫിനാൻസ് ബില്ലിൽ തന്നെ തീരുമാനം വേണമെന്നുള്ള വാശിയിലായിരുന്നല്ലോ VM സുധീരൻ. അത് നടക്കില്ല എന്ന് ഉറപ്പായില്ലേ? VM സുധീരൻ അതിൽ നിന്ന് പിന്മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. VM സുധീരൻ അങ്ങനെ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നയാളാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും VM സുധീരൻ. അതാണ് നമ്മൾ കാലങ്ങളായി കണ്ടിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ നേരത്തെ ജോഷി പറഞ്ഞതുപോലെ അന്ന് VM സുധീരനോടൊപ്പം VD സതീശനും ഉണ്ടായിരുന്നു. ഈ സർക്കാരിന് മേൽ അഴിമതിയുടെ കരിനിഴൽ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞത് അന്ന് AICC സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്ന VD സതീശൻ കൂടിയാണ്. അപ്പോൾ അന്ന് പ്രതിപക്ഷത്തായിരുന്നു VD സതീശനും, ഉറപ്പായും VM സുധീരനും പ്രതിപക്ഷത്ത് തന്നെയായിരുന്നു. ഈ വിഷയത്തിൽ VM സുധീരൻ അങ്ങനെ ഒറ്റപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ സമസ്തയും KCBCയും ഒക്കെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു എന്നത് സാങ്കേതിക അർത്ഥത്തിൽ ശരിയാണെങ്കിലും ഈ സർക്കാരിന് മേലും അത്തരത്തിലുള്ള ഒരു ആരോപണത്തിന്റെ നിഴലുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. ബക്കാഡിക്ക് തിരക്കിട്ട് നികുതി ഇളവ് കൊടുത്തത് എന്തിനാണ് എന്ന് VD സതീശൻ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. അതിൽ തൃപ്തികരമായ വിശദീകരണം നൽകാത്തിടത്തോളം കാലം VM സുധീരൻ പറയുന്നതിൽ വസ്തുതയുണ്ടെന്ന് ജനം സംശയിക്കും. UDF കോൺഗ്രസോ KCBCയോ സമസ്തയോ ഒക്കെ താളത്തിന് തുള്ളിയാലും ആ സംശയം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അത് വിശദീകരിക്കേണ്ടത് VD സതീശൻ തന്നെയാണ്. VD സതീശൻ ടീം UDFനെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഘടകകക്ഷികളെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. VM സുധീരന്റെ സ്വരത്തിന് പിന്തുണ ഇന്നത്തെ പകലിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണ് കിട്ടിയത്? ആരെങ്കിലും VM സുധീരൻ പറഞ്ഞ കാര്യം എൻഡോഴ്സ് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. അതേസമയം VD സതീശന്റെ എതിർ ഗ്രൂപ്പിൽ എന്ന് കരുതുന്നവർ പോലും, അതായത് എക്സൈസ് മന്ത്രി M. ലിജു അടക്കം ഇന്ന് മുഖ്യമന്ത്രിയായ VD സതീശനെ പിന്തുണച്ചുകൊണ്ട് വരികയാണ്. അതായത് സുധീരന്റെ വിമർശനം ഏറ്റില്ല. വരാനിരിക്കുന്ന മദ്യനയം, അതാണ് പ്രധാനം. ആ മദ്യനയത്തിൽ മദ്യവ്യാപനം കുറയ്ക്കാനുള്ള നയം UDFന് ഉണ്ടോ? നികുതി നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തത്. അത് നേരത്തെ എടുത്ത LDF സർക്കാരിന്റെ തീരുമാനത്തിന് തുടർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സതീശന്റെ ന്യായം ഇപ്പോൾ UDFനുള്ളിൽ സ്വീകാര്യമായി മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിജയകുമാർ. യെസ്, അപ്പോൾ ചോദിക്കാത്ത ചോദ്യം ഏതാണ് സുജയ? തർക്കവും വിവാദവും ഉയർന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയിൽ മുഖ്യമന്ത്രി ഇനി മാറ്റം വരുത്തും. അതുപോലെ ഒരു ചോദ്യം കൂടിയുണ്ട്. സൂപ്പർ പ്രതിപക്ഷം സ്വയം ചമയുകയാണ് സുധീരൻ എന്ന വികാരം കോൺഗ്രസിലും UDFലും ഉടലെടുത്തിട്ടുണ്ടോ എന്നതാണ് രണ്ടാമത്തെ പ്രധാന ചോദ്യം. ഇനിയുമുണ്ട് നിരവധി വാർത്തകൾ. അവയിലേക്ക് നമുക്ക് അതിവേഗം പോകാം. ഇനി നോക്കാം ക്വിക്ക് ന്യൂസ് അപ്ഡേറ്റ്സ് ഓൺ DNA. അയോധ്യ കാണിക്കക്കൊള്ള തട്ടിപ്പിൽ ആരോപണ വിധേയനായ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. രാമക്ഷേത്ര ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയും രാജി നൽകി. രാജി പ്രഖ്യാപനം ചമ്പത് റായ്ക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയാണ്. കാണിക്കക്കൊള്ളയിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഒഴിവാക്കി തെളിവുകൾ ഹാജരാക്കാൻ ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഓപ്പറേഷൻ സിന്ദൂരിൽ വീരമൃത്യു വരിച്ച 6 സൈനികരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെ ത്യാഗ് ചക്രയിൽ പേരുകൾ ആലേഖനം ചെയ്യും. വീരമൃത്യു വരിച്ചത് ഒരു വ്യോമസേനാ സൈനികനും 5 കരസേനാംഗങ്ങളും. 2025 നടന്ന വിവിധ സൈനിക നടപടികളിൽ വീരമൃത്യു വരിച്ചവരുടെ വിവരങ്ങളും പുറത്തു. സംസ്ഥാനത്ത് ഇനി സ്പെഷ്യൽ ഗ്രേഡ് കോളേജുകളില്ല. എറണാകുളത്തെ മഹാരാജാസ് അടക്കം 7 കോളേജുകൾക്ക് സ്പെഷ്യൽ ഗ്രേഡ് പദവി നഷ്ടമാകും. 1994 സ്പെഷ്യൽ റൂൾ പ്രകാരമുള്ള തീരുമാനം റദ്ദാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഭരണ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ രംഗത്ത് വന്നു. കരിപ്പൂരിലെ 1.5 കോടിയിലധികം രൂപയുടെ സ്വർണ്ണവേട്ടയിൽ കസ്റ്റംസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന മൊഴിയുമായി പ്രതി. സ്വർണം കടത്തിയത് കസ്റ്റംസിന്റെ ഒത്താശയോടെ എന്ന് മലപ്പുറം കുഴിമണ്ണ സ്വദേശി അസ്ലം. വിമാനത്താവളത്തിൽ സുരക്ഷ ഉറപ്പാക്കിയെന്നും കസ്റ്റംസിന്റെ പിടിവീഴില്ലെന്നും ഉറപ്പു നൽകിയത് സ്വർണം കൊടുത്തുവിട്ടവരെന്നും അസ്ലമിന്റെ മൊഴി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. നിലവിലുള്ളത് സംഭരണശേഷിയുടെ 24% വെള്ളം മാത്രം. മഴക്കാലം തുടങ്ങിയിട്ടും സംസ്ഥാനത്തെ മറ്റ് പ്രധാന ജലവൈദ്യുത പദ്ധതികളിലെയും സംഭരണികളിലെയും ജലനിരപ്പ് ഉയരാത്തതിൽ ആശങ്ക. വൈദ്യുതി ഉൽപാദന മേഖല പ്രതിസന്ധിയിലായേക്കുമെന്നും മുന്നറിയിപ്പ്. ഇനി നമുക്ക് വിശദമായി പരിശോധിക്കേണ്ട വാർത്തയിലേക്ക് വന്നാൽ, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഘർഷ സമാനമായ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ആ സംഘർഷ സമാനമായ സാഹചര്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്, അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വിജയകുമാർ.
തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അവിടെ BJPക്കെതിരെ കോൺഗ്രസ് CPM ധാരണ ഉണ്ടാകുമോ? അതാണ് അറിയേണ്ടത്. കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരുന്നത് കോൺഗ്രസ് ആണ്. നിലപാടെടുക്കാത്ത CPMന്റെ നീക്കത്തിലാണ് BJPയുടെ ഏക പ്രതീക്ഷ. ഇന്നലത്തെ തമ്മിലടിയും സത്യപ്രതിജ്ഞാ വിവാദവും ഒരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ രാഷ്ട്രീയ പോര് വരാനിരിക്കുന്നതേയുള്ളൂ. കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയം VV രാജേഷിനും BJPക്കും അഗ്നിപരീക്ഷണമാണ്. സ്വതന്ത്രന്റെ പിന്തുണയോടെ ഭരണം മുന്നോട്ടു പോകുമ്പോഴാണ് വാഴോട്ടുകോണം കൗൺസിലർ R സുഗതൻ കാപ്പ കേസിൽ പിടിയിലായത്. തൊട്ടു പിന്നാലെ 20 BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. ഭരണ പ്രതിസന്ധി ആരോപണം കടുപ്പിച്ച് CPMഉം കോൺഗ്രസും. സമരം ചെയ്യേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? ജനാധിപത്യപരമായുള്ള എല്ലാ സമരങ്ങളെയും ഞങ്ങൾ ബഹുമാനിക്കുക. പിന്നെ മുനിസിപ്പൽ ആക്ടിലും ജനപ്രാതിനിധ്യ നിയമത്തിലൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും, അത് അവിശ്വാസമാവട്ടെ ഏത് കാര്യങ്ങളും ഓപ്റ്റ് ചെയ്യാനുള്ള അവകാശം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതിനെയും ബഹുമാനം. കോൺഗ്രസ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണയ്ക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. അങ്ങനെ വന്നാൽ 20 UDF അംഗങ്ങൾക്കൊപ്പം 29 ഇടതംഗങ്ങളും ചേരും. ശേഷിക്കുന്ന ഒരു സ്വതന്ത്രനെ ഒപ്പം ചേർത്താൽ 50 അംഗങ്ങളാകും. ഇതോടെ BJP ഭരണം തുലാസിൽ. എന്നാൽ പിന്തുണക്കാര്യത്തിൽ CPM തീരുമാനമെടുത്തിട്ടില്ല എന്നത് BJPക്ക് പ്രതീക്ഷ നൽകുന്നു. തിരുവനന്തപുരത്ത് BJPക്കെതിരെ ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാകുമോ എന്ന് ഉടൻ അറിയാം. പൊളിറ്റിക്കൽ ഡെസ്ക്, ബിഗ് TV. ജോഷികുര്യൻ, ഒരു ഇന്ത്യ സഖ്യത്തിനുള്ള ഒരു തീരുമാനമൊക്കെ CPIM എടുക്കാൻ സാധ്യതയുണ്ടോ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ സംഭവമുണ്ട്. അതൊരു ഭാവിയിലേക്ക് കൂടിയുള്ള വലിയ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് കരുതലോടുകൂടി മാത്രമേ LDF ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, UDF കൊണ്ടുവരുന്ന ഒരു അവിശ്വാസ പ്രമേയമാണ്. ആ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചാൽ അത് LDFും UDFും തമ്മിൽ കേരളത്തിൽ കൈകോർക്കുന്നു എന്ന് അത് BJPക്ക് കാലങ്ങളോളം പറയാൻ പറ്റുന്ന ഒരു വടിയാണ്. അങ്ങനെ ഒരു വടി LDF കൊടുക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ വളരെ വലുതാണ്. കാരണം കേരളത്തിൽ BJPയെ തോൽപ്പിക്കാൻ, BJPയെ എതിരിടാൻ LDFും UDFും കൈകോർത്തതിൻ്റെ പ്രകടമായ ചിഹ്നമായി ഭാവിയിലേക്ക് ഇതിനെ അവതരിപ്പിക്കാനാവും. രണ്ടാമത്തേത്, ഇപ്പോൾ ഞാൻ കരുതുന്ന അനുസരിച്ചാണെങ്കിൽ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. LDF പറയുന്നു ഞങ്ങൾ അക്കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ലെന്ന്. മിക്കവാറും ഇതിലെ ഈ അവിശ്വാസ വോട്ടെടുപ്പിൽ നിന്ന് ഈ പറയുന്ന LDF ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സാധ്യത. അങ്ങനെ വിട്ടുനിന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല. ഈ രണ്ട് സാധ്യതകളാണ് ഇപ്പോഴത്തെ നിലയിൽ കാണുന്നത്. സുജയ. S. വിജയകുമാർ, ഇതൊരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റേത് മാത്രമല്ല, തിരുവനന്തപുരത്ത് വലിയ നാണക്കേടുണ്ടാക്കുന്ന നഷ്ടമാണ് ഇടതുപക്ഷത്തിനുണ്ടായത്. പക്ഷേ ഇനിയൊരു സഖ്യത്തിന് പോയാൽ അതും നാണക്കേടാകുമോ എന്നൊരു ആശങ്ക അവർക്കുണ്ടോ? അതുകൊണ്ടാണ് അക്കാര്യത്തിൽ സുജയ LDF ഒരു തീരുമാനമെടുക്കാതെ ഇങ്ങനെ കാത്തിരിക്കുന്നത്. ആദ്യം അവിശ്വാസ പ്രമേയം വരട്ടെ, ആ ഘട്ടത്തിൽ നോക്കാം എന്ന് പറയുന്നു. നമ്മൾ പല കൗൺസിലർമാരുമായി, ഇടതുപക്ഷത്തുള്ള CPMന്റെ ഒക്കെ പല കൗൺസിലർമാരുമായി വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും അവരൊക്കെ തീരുമാനമെടുത്തിട്ടില്ല, വരട്ടെ നോക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിൽ കൈകോർത്താൽ അത് തിരുവനന്തപുരത്ത് വീണ്ടും ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കും. ഒരു രക്തസാക്ഷി പരിപക്ഷത്തോടെ BJP ഇറങ്ങിപ്പോയാൽ കുറെ കൂടി മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടെ പിന്നീട് എപ്പോഴെങ്കിലും അവർക്ക് വരാൻ ഒരവസരം ഒരുക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് ആ നിലയിൽ പോകാതെ ആഭ്യന്തര വൈരുദ്ധ്യമൊക്കെ ഉണ്ടായി ഈ ഭരണസമിതി സ്വയം ഇല്ലാതാകുന്നെങ്കിലാവട്ടെ എന്നാണ് ഇടതുമുന്നണിയും കരുതുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഈ UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ അങ്ങനെ അങ്ങ് പിന്തുണയ്ക്കാൻ സാധ്യത കാണുന്നില്ല. അങ്ങനെ പിന്തുണച്ചാൽ ഇന്ത്യ സഖ്യം കേരളത്തിലുമെന്ന് BJP സംസ്ഥാന വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യും. അതൊഴിവാക്കാനും ഇടതുമുന്നണി കരുതലോടെ നീക്കം നടത്തുന്നുണ്ട്. എന്തായാലും ഈ ഭരണസമിതിക്കെതിരെ തുടർച്ചയായ സമരം നടത്തുക, ഞങ്ങൾ അട്ടിമറിക്കില്ല, അതല്ലാതെ ഈ പറയുന്ന ഭരണസമിതിയുടെ നടപടികൾ തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത് എന്ന നിലപാടാണ് ഇടതുമുന്നണി സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ഭരണ പ്രതിസന്ധിയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനെ കൊണ്ടുപോയാൽ അത് BJPക്ക് മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള എല്ലാ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് വരും. അതിന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരനിൽ നിന്ന് നമ്മൾ കേട്ടു. നിങ്ങളിങ്ങനെ പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ അവിടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, പകർച്ചവ്യാധി പ്രതിരോധത്തിനടക്കം തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കേണ്ട പങ്കുണ്ട്, മാലിന്യ നീക്കത്തിനടക്കം അവർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിലേക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാതെ പരസ്പരം തല്ലി കാലൊടിച്ച് പരസ്പരം കേസ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ LDFും BJPയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ K. മുരളീധരൻ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കി ജനത്തെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾക്ക് ഇത്രയും വാർഡുകളിലുള്ള കൗൺസിലർമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അത് വൃത്തിയായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. എന്തായാലും തർക്കം രൂക്ഷമാണെന്നതിൽ ഒരു സംശയവുമില്ല. ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനായാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. പക്ഷേ ഈ പ്രമേയം സുഗതനില്ലാതെ വരുമ്പോൾ എങ്ങനെയാണ് BJPക്ക് അംഗബലം തെളിയിക്കാൻ സാധിക്കുക? 2 കൗൺസിലുകളിൽ തുടർച്ചയായി പങ്കെടുക്കാതെ വന്നു കഴിയുമ്പോഴേക്കും സുഗതന്റെ വാഴോട്ടുകോണം അങ്ങ് പോയാൽ വീണ്ടും വീഴില്ലേ? അങ്ങനെ ഒരുപാട് ആശങ്കകളുണ്ട്. ഇതിൽ നിർണായകം LDFന്റെ നിലപാടാണ്.
LDF പെട്ടെന്ന് അങ്ങോട്ട് പോയി UDF പിന്തുണയ്ക്കുമോ എന്നതറിയാനാണ് ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. തമ്മിലടി എന്തായാലും കുറച്ചു നാള് നീണ്ടുപോകും. വിജയകുമാർ. യെസ്, സുജയ ചോദിക്കാത്ത ചോദ്യം ഏതൊക്കെയാണ്? അംഗബലം 20 UDF ഒറ്റയ്ക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് വിജയിപ്പിക്കാനാകും? വാഴട്ടുകോണം കൗൺസിലർ സുഗതൻ കാപ്പ കേസിൽ ജയിലിലായത് BJPക്ക് തലവേദനയാകുമോ എന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ തമ്മിലടി സംബന്ധിച്ച വാർത്തകൾ, അതിന്റെ അനുരണനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണം. നമുക്ക് DNA-യിൽ കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡെയിലി ന്യൂസ് അനാലിസിസ്. FCRA ആണ് പ്രധാനമായും ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ചും ഞായറാഴ്ചയാകുമ്പോഴേക്കും പള്ളികൾ കേന്ദ്രീകരിച്ചൊക്കെ പ്രതിഷേധ സ്വരം കൂടുതൽ കടുപ്പത്തിൽ ഉയരാൻ സാധ്യതയുണ്ടല്ലേ എസ് വിജയകുമാർ? ഉറപ്പായും സുജയ, എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന അത്രയും തീവ്രതയോടെ ആ വിഷയം സഭകൾ ഉന്നയിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് വിശദമായി പരിശോധിക്കാം. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ കേന്ദ്ര സർക്കാരിനോടും BJPയോടും കൂടുതൽ അകലുകയാണ്. FCRA ഭേദഗതി ബില്ലിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യ മുന്നണിയെ ആശ്രയിക്കാനാണ് നീക്കം. സാഹചര്യം വിലയിരുത്താൻ KCBC യോഗം ചേർന്നു. മതങ്ങളും മതസ്ഥാപനങ്ങളും വിദേശ പണം സ്വീകരിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ നിരവധി നിയന്ത്രണങ്ങളോടെ ഭേദഗതി കൊണ്ടുവരുന്നത്. മതപരിവർത്തന ശ്രമം പോലും കുറ്റകരമാക്കുന്ന ഭേദഗതിയിൽ മാധ്യമ ഇടപെടലുകളിൽ കടുത്ത സെൻസറിങ്ങും ഏർപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യം ചോദിച്ച് പിന്നാലെ പോയിട്ട് കാര്യമില്ല. രാജ്യവ്യാപകമായി പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ തേടാമെന്നാണ് ധാരണ. ഇന്ത്യ മുന്നണിയെ ഇതിനായി സമീപിക്കും. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ നേരിൽ കണ്ട് മെത്രാൻമാർ അടക്കമുള്ളവർ സാഹചര്യം വിശദീകരിക്കും. പ്രതിപക്ഷവുമായി സഹകരിച്ച് അനുരഞ്ജന വഴിയിൽ ബില്ലിൽ ഭേദഗതികൾ സാധ്യമാണോ എന്നാണ് പരിശോധിക്കുന്നത്. FCRAയിൽ നമ്മൾ പ്രതിഷേധിച്ച വിഷയങ്ങൾ അതിൻ്റെ നിയമ ഭേദഗതിയാണ്. അതല്ല ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. ഏതാനും ചില കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കുകയാണ്. അതേക്കുറിച്ച് വിശദമായി പഠനം നടത്തിയ ശേഷം പ്രതികരിക്കുന്നു. അടുത്ത മാസം അവസാന വാരമാണ് ബിൽ പാർലമെന്റിന്റെ മുന്നിൽ വരുന്നത്. ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഭേദഗതി ആവശ്യമുള്ള ഭാഗങ്ങൾ പ്രതിപക്ഷ കക്ഷി MPമാരെ കൊണ്ട് ഉന്നയിപ്പിക്കും. പാർലമെന്റിനകത്തും പുറത്തുമായി പ്രതിപക്ഷ കക്ഷികളുടെ സഹായത്തോടെ കേന്ദ്ര സർക്കാരുമായി സമവായത്തിലെത്താൻ കഴിയുമോ എന്നാണ് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി അടക്കമുള്ളവർ പരിശോധിക്കുന്നത്. എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് TV. എസ് വിജയകുമാർ, ക്രൈസ്തവ സഭകളെ ഒന്നിച്ച് ചേർത്ത് നിർത്താൻ, അതിലൂടെ വോട്ട് വീതം കൂട്ടാനൊക്കെ പല കാര്യങ്ങളും ചെയ്തതാണ്. പക്ഷെ അതെല്ലാം പാളിപ്പോവുകയാണ്. ഇപ്പോൾ FCRA വിഷയത്തിൽ സംഭവിക്കുന്നത് എന്താണ്? എവിടേക്കാണ് സഭ നീങ്ങുന്നത്? ഇതിലേതെങ്കിലും തരത്തിൽ ഇനി ഒരു സമവായത്തിന്റെ സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യും എന്നും ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയില്ല. കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോകും. സഭാ നേതൃത്വം ഒരുപക്ഷെ പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ഒരിക്കൽ കൂടി ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ചർച്ച നടക്കുകയും ചെയ്യും. അപ്പോഴും ഈ പറയുന്ന ഒരു ഒത്തുതീർപ്പിന്റെ ഏതെങ്കിലും ഒരു വിട്ടുവീഴ്ചയുടെ നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ, ആഭ്യന്തര മന്ത്രാലയം ഒന്നും മാറുമെന്ന് കരുതുന്നതേയില്ല. ഈ നിലപാടിൽ തന്നെ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കാനാണ് സാധ്യത. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ സഭാ നേതൃത്വം പ്രതികരിച്ച ആ രൂക്ഷമായ പ്രതികരണം നമ്മളിപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തലശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ ഒക്കെ പ്രതികരണം കണ്ടു. കുറെ കൂടി മയപ്പെട്ട നിലപാടാണ്. അത് കേന്ദ്രവുമായി ഏറ്റുമുട്ടലിനില്ല. ഒരു സമവായത്തിന്റെ സാഹചര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കാം, അത് നോക്കാം എന്നൊരു നിലപാടിലേക്ക് സഭാ നേതൃത്വം എത്തിയതിന്റെ സൂചനയാണ്. പക്ഷെ അപ്പോഴും കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു കാര്യമായ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കില്ല. രാഷ്ട്രീയമായും അതുതന്നെയാണ് BJP സംസ്ഥാന ഘടകത്തിന്റെ ഈ നിലപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുജയ, ജോഷി കുര്യൻ, ഇപ്പോൾ സഭയുടെ പേരിനൊരു പ്രതിഷേധം നമ്മൾ കാണുന്നു. ആ പ്രതിഷേധം കടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ സഹകരണം അവർക്ക് ഇന്ത്യ സഖ്യം എന്ന നിലയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ കേന്ദ്ര സർക്കാരിനെ പിണക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സഭയ്ക്കുള്ളിൽ, ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ, കത്തോലിക്ക സഭയ്ക്കടക്കം വലിയ ആശയക്കുഴപ്പമുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിനെ പിണക്കിയാൽ അത് എത്ര കണ്ട് തങ്ങൾക്ക് തിരിച്ചടിയാവും പല കാര്യങ്ങളിലും എന്ന് തോന്നലുണ്ട്. പക്ഷേ അടുത്തു നിന്നാലും അത്ര വലിയ പ്രയോജനമില്ല എന്നുള്ള തോന്നൽ അവർക്കുണ്ട്. കാരണം തൃശ്ശൂരിലടക്കം ഈ പറയുന്ന സുരേഷ് ഗോപിയെ അടക്കം അവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിട്ടും തിരിച്ചിങ്ങോട്ട് അതുപോലെ ഒരു 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 കണ്ണ് ഇങ്ങോട്ടുണ്ടായില്ല എന്ന് തോന്നൽ കത്തോലിക്ക സഭയ്ക്ക് അടക്കമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് FCRAയുമായി ബന്ധപ്പെട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു തുടങ്ങിയത്. അന്ന് തന്നെ അത് വലിയ ചോദ്യമായി ഉയരുകയും പിന്നെ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരടക്കം ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ചെയ്തതാണ്. ഇപ്പോഴത്തെ നിലയിൽ അവർ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി ഇന്ത്യ സഖ്യത്തോട് അടുക്കുക, ഇന്ത്യ സഖ്യത്തിൻ്റെ നിന്നുകൊണ്ട് പാർലമെന്റിൽ കുറച്ച് സമ്മർദ്ദം ചെലുത്തുക, അകത്തും
പുറത്തുമൊക്കെയായി കേന്ദ്ര സർക്കാർ കൂടുതൽ ചർച്ച നടത്തുക. ഇപ്പോഴത്തെ നിലയിൽ കേന്ദ്ര സർക്കാർ ഇതിൽ നിന്ന് പിന്നാക്കം പോകും എന്ന് കരുതാൻ വയ്യ എന്നാണ് ഈ സഭാ കേന്ദ്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ കുറച്ചെന്തെങ്കിലും ഒന്ന് പിന്തിരിപ്പിക്കാൻ സഭയുടെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രി അടക്കം കാണുന്ന ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. 2 പാർലമെന്റിലടക്കം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ സഹകരണത്തോടുകൂടി ഏതെങ്കിലും ചില ഭേദഗതികൾ മാറ്റം വരുത്താൻ കഴിയുമോ എന്നുള്ള സാധ്യത കൂടിയാണ് ക്രൈസ്തവ സഭകൾ പരിശോധിക്കുന്നത്. സുജയ, ഇതിൽ എതിർക്കുന്ന ഭേദഗതി ഏതാണ് എന്നതുകൂടി നമ്മൾ പറഞ്ഞു പോകണം. എതിർക്കുന്ന ഭേദഗതി എന്ന് പറയുന്നത് ഈ ഫണ്ട് വരുന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ ചെലവഴിക്കലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലാതെ ഈ മതപരിവർത്തന ശ്രമം എന്നുള്ള ഭാഗം മാത്രമല്ല ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ശരിയായ വഴിയിൽ ശരിയായ ഉദ്ദേശത്തോടെ വരുന്ന ഫണ്ടിനൊന്നും ഒരു തടസ്സവും ഉണ്ടാകില്ല. വിദേശ സംഭാവനയിലെ നിയന്ത്രണ കുരുക്ക് കിടക്കുന്നത് അത് സുതാര്യമായിട്ടാണ് ഇടപാടുകളെങ്കിൽ ഒരു ഭയത്തിന്റെയും ആവശ്യമില്ല. അല്ലാത്ത പക്ഷം ഫണ്ട് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. NGOകളുടെ പ്രവർത്തനം സ്തംഭിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണമായി നിൽക്കുന്നത്. പക്ഷേ ആ NGOകളുടെ പ്രവർത്തനം സുതാര്യമാണെങ്കിൽ, എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ അതിൽ പിന്നെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. സഭയ്ക്കൊപ്പം പ്രതിപക്ഷം സഹകരിച്ചുകൊണ്ട് പാർലമെന്റിൽ എതിർത്ത് സംസാരിക്കാൻ തയ്യാറാകുമോ എന്നതാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഇപ്പോഴത്തെ ഒരു മൂർച്ച വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ആ പ്രതിഷേധം അങ്ങ് ശമിക്കാനുള്ള സാധ്യതയാണ്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അനുനയ നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാരും പോകും. അപ്പോൾ അങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക. എന്തായാലും 5 വർഷത്തേക്കാണ് ഈ അനുമതി ലഭിക്കേണ്ടത്. അപ്പോൾ 5 വർഷത്തെ അനുമതി എല്ലാ കാലവും തുടരാൻ സാധിക്കുമോ? അപ്പോൾ എല്ലാ കാര്യവും എപ്പോഴും ഇങ്ങനെ നിങ്ങൾ കൗണ്ടർ ചെക്കിന് വിധേയരായിരിക്കും എന്നുള്ളത് കുറച്ചു പേർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യവുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുജയ, അപ്പോൾ ചോദിക്കാത്ത ആ ചോദ്യം ഏതാണ്? ചട്ടങ്ങളുടെ വഴിയെ സഭ വരുമോ? അല്ലേ? അതെ, പ്രതിപക്ഷവുമായി സഹകരിച്ച് അനുരഞ്ജന വഴിയിൽ ഈ FCRA ബില്ലിൽ ഇനി ഭേദഗതികൾ എന്തെങ്കിലും സാധ്യമാണോ? ക്രൈസ്തവ സഭകൾക്ക് ഫണ്ട് സ്വീകരിക്കാനുള്ള പരിധി പരിമിതപ്പെടുത്തുന്നതാണോ അവരുടെ പ്രധാന പ്രശ്നം എന്നുകൂടി അവർ പറയേണ്ടതും. തീർച്ചയായും. അപ്പോൾ DNA-യിൽ നമുക്ക് ഇനി മറ്റ് കുറച്ച് വാർത്തകൾ വേഗത്തിൽ നോക്കാം. ക്വിക്ക് അപ്ഡേറ്റ്സ്. കൊച്ചിയിൽ നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ ഇടപെട്ട നാവികസേന. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങി. പ്രതി ബിമൽ നമ്പൂതിരിക്ക് നേവി യൂണിഫോം ലഭിച്ചത് എവിടെ നിന്ന് എന്നതിലുൾപ്പെടെ അന്വേഷണം. തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിലും വ്യക്തത വരുത്തണമെന്ന് നാവികസേന. ഹൈബി ഈഡൻ MP-യുടെ വീട്ടിൽ യുവാവിന്റെ പരാക്രമം. അക്രമി ഹൈബി ഈഡന്റെ സഹപാഠിയായിരുന്ന തൃപ്പൂണിത്തുറ സ്വദേശി അലക്സ് ചാക്കോ വീട്ടിലെ 30 ചെടിച്ചട്ടികൾ അടിച്ചു തകർത്തു. പ്രകോപനത്തിന് കാരണം യുവാവിന്റെ വീടിന്റെ ജപ്തി ഒഴിവാക്കാൻ MP സഹായിക്കാത്തതിലെ വൈരാഗ്യം. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ +1 അധിക സീറ്റും ബാച്ചും അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ. 3ാം അലോട്ട്മെന്റിന് ശേഷം പാലക്കാട്ടും മലപ്പുറത്തും സീറ്റ് ക്ഷാമം ഉണ്ടായേക്കും. സീറ്റ് പ്രതിസന്ധിയിൽ ഉടൻ പരിഹാരം കാണുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട റേഷൻ മുടങ്ങി. വർഷാവർഷം കിട്ടുന്ന റേഷൻ മുടങ്ങിയതോടെ തൊഴിലാളികൾ കടുത്ത ദുരിതത്തിൽ. കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ ധനസഹായവും മുടങ്ങി. സമ്പാദ്യ ധനസഹായ പദ്ധതി പ്രകാരമുള്ള തുകയും അട്ടിമറിച്ചെന്ന ആക്ഷേപം. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാരിയമ്മാളിന്റെ കുട്ടികളെ സർക്കാർ ദത്തെടുത്തതായി വനമന്ത്രി ഷിബു ബേബി ജോൺ. കുട്ടികൾക്ക് വീട് നിർമ്മിച്ചു നൽകും. പഠന ചെലവ് ഉൾപ്പെടെയുള്ള മറ്റു ചെലവുകളും സർക്കാർ വഹിക്കും. കാട്ടാന ആക്രമണത്തെ പ്രതിരോധിക്കാൻ ചിന്നക്കനാലിൽ പ്രത്യേക RRT ടീമിനെ നിയോഗിക്കുമെന്നും മന്ത്രിയുടെ ഉറപ്പ്. S വിജയകുമാർ, വള്ളംകളിയൊക്കെ ഇഷ്ടമല്ലേ? വള്ളംകളി ഇഷ്ടമാണ്. പക്ഷേ വള്ളംകളിയെ പറ്റി ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. സുജയ, മുഖ്യമന്ത്രിയുടെ മൈക്ക് ചതിച്ചു. മൂലം വള്ളംകളി അവധി വിവാദത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് നേരിട്ട് മറുപടി ലഭിക്കണമെന്ന ആവശ്യവുമായി കുട്ടനാട് MLA റെജി ചെറിയാൻ. പ്രാദേശിക അവധിയിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടത് MLA എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി നൽകേണ്ടി വരുമോ എന്ന ആശങ്കയിലായിരിക്കാം മുഖ്യമന്ത്രി സഭയിൽ സബ്മിഷന് അങ്ങനെ 2 തരത്തിൽ മറുപടി പറഞ്ഞതെന്നും റെജി ചെറിയാൻ ഇന്ന് ഭയപ്പെടുത്തി. കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ റെജി ചെറിയാൻ വള്ളംകളിക്ക് പ്രാദേശിക അവധി ചോദിച്ചതാണിത്. ആലോചിച്ച് മറുപടി പറയാമെന്ന് സബ്മിഷന് ഉറക്കെ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പക്ഷേ സ്വരം താഴ്ത്തി അവധി കൊടുക്കില്ല എന്ന് പറഞ്ഞു. മൈക്ക് ചതിച്ചതോടെ ആ രഹസ്യം പരസ്യമായി. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വേദനിപ്പിച്ചുവെന്ന് കുട്ടനാട് MLA എന്ന നിലയിലും സർക്കാരിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിലും എന്നോട് പറഞ്ഞിരിക്കുന്നത് അതിന് തീരുമാനം സർക്കാർ കൈക്കൊള്ളാം, നോക്കാം എന്നാണ്. കുട്ടനാട്ടിലെ ജനവികാരം കണക്കിലെടുത്ത് മൂലം വള്ളംകളിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞ 10 വർഷം എല്ലാവരും പുറകെ നടന്നിട്ടും ചെയ്യാത്ത ഒന്നാണത്. ഈ MLA ഇപ്പം ആ സബ്മിഷനായിട്ട് ഉന്നയിച്ചു. അത് ചെയ്യും എന്നൊരു വിശ്വാസം ഇപ്പോഴും എനിക്കുണ്ട്. അത് പ്രാദേശിക അവധിയാണ്, സംസ്ഥാനം മൊത്തമുള്ളതല്ല. ഇപ്പം നമുക്കറിയാം
അങ്ങനെ ഒരു അവധി കൊടുത്തില്ല എങ്കിൽ തന്നെയും അൺഒഫീഷ്യലായിട്ട് കാലങ്ങളായിട്ട് അത് കുട്ടനാടിൻ്റെ ഒരു ഉത്സവമാണ്. MLAയും മുഖ്യമന്ത്രിയും വിരുദ്ധ ചേരിയിലാണെന്ന പരിഹാസവുമായി പ്രതിപക്ഷം കളം നിറഞ്ഞു. പിന്നാലെ പൊതു അവധിയെക്കുറിച്ചായിരിക്കാം മുഖ്യമന്ത്രി കരുതിയതെന്ന് പറഞ്ഞ് റെജി ചെറിയാൻ നിലപാട് മയപ്പെടുത്തി. കുട്ടനാടിനെയും വള്ളംകളി പ്രേമികളെയും അപമാനിച്ചുവെന്ന വിമർശനവുമായി ജലോത്സവ സമിതിയും രംഗത്തുണ്ട്. പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്നും പിന്നാക്കം പോയി. യു-ടേൺ അടിച്ചെന്ന് പഴി കേൾക്കുന്ന VD സതീശന് എന്തായാലും വള്ളംകളി പരാമർശം നാണക്കേടായി എന്ന് ചുരുക്കം. ഇനി അവധി കൊടുത്ത് തടി തപ്പുമോ എന്ന് കാത്തിരുന്ന് കാണാം. എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് TV. ജോഷി കുര്യൻ, മൂലം വള്ളംകളി ഇതാ അടുത്ത ദിവസമാണ്. അതിന് അവധി കൊടുക്കണമെന്ന് നാട്ടുകാർ, അതുപോലെ തന്നെ ജലോത്സവ സംഘാടക സമിതിയൊക്കെ ആവശ്യപ്പെട്ടിട്ട് അത് പോയി ചോദിച്ചതാണ് MLA. ആ MLA ഇങ്ങനെയൊക്കെ അപമാനിക്കാമോ? ഒരു മുന്നണിയല്ലേ, ഒരു പാർട്ടിയല്ലേ? ഈ മൂലവള്ളംകളി VD സതീശനെ മൂലക്കിരുത്തുമോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷെ ഒരു കാര്യമുണ്ട് സുജിയ, കാരണം ഈ നിയമസഭയിൽ മറുപടി പറയുമ്പോൾ അത് സത്യസന്ധമായി പറയണം എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം പറയുന്നു, അത് പരിഗണിക്കാം എന്ന് പറയുന്നു, അതിനുശേഷം അവിടെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത ആളോട് ഞാൻ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അത് മൈക്ക് ക്യാച്ച് ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും പുറംലോകം കേട്ടു. കുറച്ചുകൂടി സത്യസന്ധമാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കാമെന്ന് പറയുക, അല്ലെങ്കിൽ അത് കൊടുക്കാൻ പറ്റില്ല എങ്കിൽ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുക, പരിശോധിക്കാം എന്ന് പറഞ്ഞ ശേഷം താഴേക്ക് അമർന്നിരുന്നു കൊണ്ട് ഇത്തരത്തിൽ പറയുന്നത് ശരിയാണ് എന്ന് തോന്നുന്നില്ല. ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണ് എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇനി അദ്ദേഹം ശ്രദ്ധിക്കുമായിരിക്കും, മൈക്ക് ഓൺ ആണോ അല്ലയോ എന്ന് ശ്രദ്ധിക്കുമായിരിക്കും. പക്ഷേ എന്തായാലും എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ മൂലം വള്ളംകളി നടക്കുമ്പോൾ കുട്ടനാട്ടിൽ അത് ഔദ്യോഗികമായി പൊതുവധി ആണെങ്കിലും അല്ലെങ്കിലും കുട്ടനാട്ടുകാരൊക്കെ തന്നെ ആ വള്ളംകളി കാണാൻ അവിടെ എന്താണ്, കുട്ടികളും സ്ത്രീകളും വൃദ്ധരും അപാലവൃദ്ധം ജനങ്ങൾ അവിടെ തടിച്ചുകൂടുമെന്ന് ഉറപ്പാണ്. അതിന് മുഖ്യമന്ത്രിയുടെ പ്രത്യേകിച്ച് അവധി പ്രഖ്യാപനത്തിൻ്റെ ഒന്നും കാര്യമില്ല സുജയ. S. വിജയകുമാർ, ഇപ്പോൾ വള്ളംകളി കാണാൻ താല്പര്യമുള്ളവർ അവരതിന് പോകും. ഇപ്പോൾ പ്രാദേശികമായ ഒരു അവധി പ്രഖ്യാപിക്കുന്നതിന് ഇത്രയധികം ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും MLA ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ റിയൽ ഫേസ് പുറത്തു വന്നു. മദ്യനയം, അതുപോലെ തന്നെ ഇന്ധന സെസ് തുടങ്ങിയ കാര്യങ്ങളിൽ VD സതീശന്റെ വിസ്മയം മലയാളികൾ കണ്ടതാണ്. അതുപോലെ മറ്റൊരു VD സതീശൻ വിസ്മയമായി ഇതിനെയും കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ആത്മാർത്ഥത, സിൻസിയർ ആവുക കാര്യങ്ങളോട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് അത് പരിഗണിക്കാൻ കഴിയില്ല, അതല്ല ഈ ഇപ്പോഴത്തെ പൊതുഭരണ വകുപ്പിന്റെ നയം എന്ന് ആ MLA അറിയിച്ചാൽ മതിയായിരുന്നല്ലോ. ഒരു ഭാഗത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക, എന്നാൽ ഇരിക്കുമ്പോൾ തന്നെ ആ മനസ്സിലെ സത്യസന്ധത ഇല്ലായ്മ, കാപട്യം അതേപോലെ പുറത്തു വരിക. അതാണല്ലോ കേരളം മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ആ ജനപ്രതിനിധിയോടുള്ള ഒരു ഇൻസൾട്ടാണ്, അദ്ദേഹത്തെ അപമാനിക്കലാണ്. ആ ജനപ്രതിനിധി അപമാനിക്കുക എന്ന് പറയുമ്പോൾ കുട്ടനാട്ടിലെ ജനങ്ങളെ അപമാനിക്കുകയാണ്. കുട്ടനാട് ഇടതുമുന്നണി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണല്ലോ, അത് UDFന് കിട്ടിയതാണല്ലോ. ആ ജനങ്ങളൊക്കെ UDFന് വോട്ട് ചെയ്താണല്ലോ, VD സതീശനും കൂടിയുള്ള വോട്ടാണല്ലോ. അപ്പോൾ ആ MLAയെ ഇൻസൾട്ട് ചെയ്യുക, അപമാനിക്കുക, ആ നാട്ടുകാരെ അപമാനിക്കുക. ഒരു വലിയ ഇവന്റാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ആ വള്ളംകളി എന്ന കുട്ടനാടിന്റെ ദേശീയോത്സവമാണ്. അതിനെ അപമാനിക്കുക ഒക്കെയാണ് VD സതീശൻ ചെയ്തത്. അത് അങ്ങേയറ്റം മോശമായി പോയി. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ മാപ്പ് പറയുകയും ഇത്തവണ അവിടുത്തെ ജനങ്ങൾക്ക് ആ ദിവസം അവധി കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അതിനുള്ള മര്യാദ അദ്ദേഹം കാണിക്കുമോ എന്നറിയില്ല. എന്തായാലും അതാണ് മാന്യമായി ചെയ്യേണ്ടത് ഈ ഘട്ടത്തിലെന്നാണ് എൻ്റെ അഭിപ്രായം. സുജയ, വള്ളംകളി പ്രേമികളെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ പ്രതിഷേധം, നാളെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഒക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ മൂലം വള്ളംകളിയിൽ എന്തായാലും മുഖ്യമന്ത്രി പെട്ടു. മുഖ്യമന്ത്രി U-ടേൺ എടുത്തത് ഇത്രയും പെട്ടെന്ന് വേണ്ടായിരുന്നു. കാരണം സബ്മിഷന്റെ മറുപടി പറഞ്ഞൊന്നും ഇരിക്കുന്നതിന് മുമ്പ് ഇരുന്നില്ല എന്ന മട്ടിൽ തൊട്ടടുത്ത് ഇരിക്കുന്ന ആൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞ ആ രഹസ്യം പരസ്യമായത് മുഖ്യമന്ത്രിയെ ചതിച്ചു. എന്തായാലും ഓഫ് ദ റെക്കോർഡാണ് ആ രഹസ്യമെന്ന് സഭയിൽ സഭാനാഥനായ സ്പീക്കർ പറഞ്ഞു. പക്ഷേ ഇതൊരു ഇരട്ടത്താപ്പാണ്, ഒരു പുച്ഛമതിലുണ്ടായിരുന്നു. അപ്പോൾ അവധി കൊടുക്കില്ലെങ്കിൽ കൊടുക്കില്ല എന്നങ്ങ് നേരെ പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത്? നിങ്ങളുടെ പാർട്ടിയിലെ MLA അല്ലേ എന്നൊരു ചോദ്യം ജനം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ എന്താണോ നടപടി അത് പറയുന്നതായിരിക്കും നല്ലത്. പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോൾ വള്ളംകളി എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ ഒരു ഉത്സവമാണ്. ആ നാട്ടുകാർക്ക് വേണ്ടി ചോദിച്ചതാണ്. അതിനോട് ഇങ്ങനെയായിരുന്നോ പറയേണ്ടിയിരുന്നത് എന്ന് മാത്രം. വിജയകുമാർ, കുട്ടനാടിനെയും വള്ളംകളി പ്രേമികളെയും മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന വാദത്തിൽ കഴമ്പുണ്ടോ എന്നതാണ് ചോദിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സഭയിൽ സബ്മിഷന് കൊടുക്കുന്ന മറുപടിയും യഥാർത്ഥ തീരുമാനവും രണ്ടാകുന്നത് ശരിയാണോ? പെട്രോൾ അടിച്ചോ? വളരെ പ്രധാനപ്പെട്ടതാണ് ആ വിഷയം.
രാജ്യാന്തര തലത്തിൽ എണ്ണ വിലയിൽ വലിയ കുറവുണ്ടാകുമ്പോൾ അതിന്റെ ഗുണം ജനങ്ങൾക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാരിനും എണ്ണ കമ്പനികൾക്കും എന്താണ് ഇത്ര മടി? കുറഞ്ഞ ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയരുമ്പോൾ വീണ്ടും ആശങ്കയും ജനങ്ങൾക്ക് ഏറുകയും ചെയ്യുന്നു. ലോകവിപണിയിൽ അസംസ്കൃത എണ്ണവില കഴിഞ്ഞ മാസങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എത്തിയതാണ്. പക്ഷേ ഇന്ന് വീണ്ടും കൂടി. ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളുടെ രക്ഷാദൌത്യം UN നിർത്തിവെച്ചതോടെയാണ് ആഗോള വിപണിയിലെ എണ്ണവില വർധന. എന്നാൽ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞിട്ടും അതിന്റെ ഒരംശം പോലും സാധാരണക്കാരന് ലഭിച്ചില്ല. നേരത്തെ ഉണ്ടായ നഷ്ടം നികത്തട്ടെ എന്ന എണ്ണ കമ്പനികളുടെ ന്യായത്തിന് കൂട്ടുനിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്രത്തെ മാത്രം കുറ്റം പറഞ്ഞ് കേരളത്തിലെ UDF സർക്കാരിന് കൈകഴുകാനാകില്ല. സംസ്ഥാനത്തിന്റെ വലിയ നികുതി ശതമാനവും സെസ്സും കൂടിയാകുമ്പോൾ ഇന്ധനവില താങ്ങാവുന്നതിലും അധികമാണ്. ചരക്കുകൂലി കുറയാത്തതിനാൽ വിപണിയിൽ പച്ചക്കറിക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും തീവിലയാണ്. മുൻ LDF സർക്കാർ ഏർപ്പെടുത്തിയ 2 രൂപ ഇന്ധന സെസ്സിനെതിരെ അന്ന് നിയമസഭയിൽ ശബ്ദമുയർത്തിയ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ. എന്നാൽ കേന്ദ്ര സർക്കാർ എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കാതെ സംസ്ഥാനത്തിന് മാത്രമായി ഒന്നും ചെയ്യാനാകില്ലെന്നാണ് ഇപ്പോൾ നിലപാട്. ചുരുക്കത്തിൽ കോർപ്പറേറ്റുകളുടെ ലാഭക്കൊതിക്ക് കുടപിടിക്കുന്ന കേന്ദ്രവും ഖജനാവ് നിറയ്ക്കുന്നതിനിടെ ദുരിതം കാണാത്ത സംസ്ഥാനവും ഒത്തുചേരുമ്പോൾ രൂപപ്പെടുന്നത് സാധാരണക്കാരന്റെ നട്ടെല്ലൊടിക്കുന്ന പ്രതിസന്ധി. എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് TV. ജോഷിഗുരു, ഇതിൽ എണ്ണ കമ്പനികളുടെ ന്യായം എന്താണ് എന്നതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്കാണ് പ്രശ്നമെങ്കിൽ അത് പറയുന്നു, അതിനുശേഷം ഇപ്പോൾ വേണമെങ്കിൽ വെനസ്വേലയിലെ ഭൂചലനം പറയാം. അങ്ങനെ പലതരത്തിൽ കാരണങ്ങൾ മാറ്റി മാറ്റി പറയുകയാണോ? ഇത് കുറയില്ലേ? എണ്ണക്കമ്പനികൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വില കൂടിയ സമയത്തും തങ്ങൾ വലിയ നഷ്ടത്തിലായിരുന്നു എന്നുള്ളതാണ്. അതായത് ഗാർഹിക വാണിജ്യ സിലിണ്ടറുകൾക്ക് 3300 രൂപയോളം വില നിശ്ചയിച്ചപ്പോഴും തങ്ങൾക്ക് 720 രൂപയോളം നഷ്ടം എന്നുള്ളതായിരുന്നു എണ്ണക്കമ്പനികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഗാർഹിക സിലിണ്ടറുടെ കാര്യത്തിലും പറഞ്ഞു അങ്ങനെ വലിയ നഷ്ടം സഹിച്ചാണ് തങ്ങൾ ഇത് വിറ്റുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. ആ ഒരു കാരണമാണ് സത്യത്തിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞപ്പോഴും ഈ പറയുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില കുറയ്ക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പക്ഷേ അതിനകത്ത് മറ്റൊരു ടേക്ക് കൂടി ഉണ്ട് സുജയ. അതായത് ഇപ്പോൾ എന്താണ് 700-900 രൂപയൊക്കെ വെച്ചിട്ട് ഈ വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം, ഈ പറയുന്ന ഹോട്ടലുകളൊക്കെ ചായയ്ക്കും പൊറോട്ടയ്ക്കും ഈ പറയുന്ന ദോശയ്ക്കും കപ്പയ്ക്കും ചോറിനുമൊക്കെ വില കൂട്ടിയായിരുന്നല്ലോ. അന്ന് കാരണം പറഞ്ഞ എന്താണ്? ഈ സിലിണ്ടറുകൾക്ക് വില കൂടിയെന്ന് പറഞ്ഞായിരുന്നു. ഈ സിലിണ്ടറുകൾക്ക് വില കുറയുമ്പോൾ ആ വില കുറയ്ക്കാൻ കേരളത്തിലെ ഹോട്ടൽ ഉടമകൾ തയ്യാറാകുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിനൊരു ഉത്തരം കൂടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം 10 രൂപയും 15 രൂപയും ഉണ്ടായിരുന്ന ചായയ്ക്ക് മറ്റ് 20-25 രൂപ ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട്. ആ വില കുറയ്ക്കുമ്പോൾ അതിന് വില കുറയ്ക്കാൻ കൂടി ഹോട്ടൽ ഉടമകൾ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. S. വിജയകുമാർ, നമ്മൾ പലപ്പോഴും അവിടെ കൂടിയത് ഇവിടെ കാണുന്നില്ല എന്നുള്ള ഒരു പതിവ് പല്ലവിക്കപ്പുറം എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു യുദ്ധസമാന സാഹചര്യത്തിലൂടെ കടന്നുപോയി അതിൽ നിന്നുള്ള തിരിച്ചുവരവിനുള്ള ഒരു സമയം എടുക്കുന്നതാണോ? എന്തായിരിക്കാം കാരണം? സംസ്ഥാനത്തും ടാക്സ് കുറയ്ക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും കുറയുന്നില്ല. അതൊരു ഭാഗത്ത് ഈ ക്രൂഡ് ഓയിൽ വില ഏതാണ്ട് നേരത്തെ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടി എത്തിയിരുന്നു ഈ ഗൾഫ് യുദ്ധ സമയത്ത്. അതിപ്പോൾ വീണ്ടും കുറഞ്ഞ ക്രൂഡ് ഓയിൽ വില ഏതാണ്ട് $70-75 അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ക്രൂഡ് ഓയിലിന് $125-130 വിലയുണ്ടായിരുന്ന സമയത്തെ പണമാണ്. അതിനൊരു ന്യായവുമില്ല. കേന്ദ്ര സർക്കാർ അടിയന്തരമായി അതിലിടപെട്ട എണ്ണ കമ്പനികളെ കൊണ്ട് വില കുറയ്ക്കുക എന്ന നടപടിയിലേക്ക് പോകണം. എണ്ണ കമ്പനികൾ എന്തായാലും സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനമൊന്നും എടുക്കില്ല. കേന്ദ്ര സർക്കാർ ഇടപെടണം. അധികമായി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനൊരു സാഹചര്യം നേരത്തെ അത് കേന്ദ്രം പറഞ്ഞതാണ്. ആ സാഹചര്യം മാറി. ഇപ്പോൾ വില കുറഞ്ഞു. ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ കുറഞ്ഞു. അത് സ്റ്റേബിളായി നിൽക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് വില കുറയ്ക്കുക, ഇന്ധന വില കുറയ്ക്കുക, വിലക്കയറ്റ ബുദ്ധിമുട്ടിൽ നിന്ന് ജനങ്ങളെ സഹായിക്കുക. കേരളത്തിലേക്ക് വന്നാൽ ഇന്ധന നികുതി കുറയ്ക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം ഇന്ധന നികുതി കുറച്ചില്ല. പകരം വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് ഇന്ധന നികുതിയിലെ കുറവാണ്, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറവല്ല എന്ന് ജനം പറയുന്നുണ്ട്. മുഖ്യമന്ത്രി കേൾക്കുമോ, കേന്ദ്ര സർക്കാർ കേൾക്കുമോ എന്നൊക്കെയാണ് നമുക്കറിയേണ്ടത്. ഈ നികുതിയുടെ കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം നമ്മളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ക്രൂഡ് ഓയിൽ വില പെട്ടെന്ന് അത് ഉയരുന്നു. ആ ഉയരുന്ന വില അതിനനുസരിച്ച് സാധനങ്ങളുടെ വില, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ വില, അതങ്ങനെ എല്ലാത്തിനും ആ ഒരു വില വർധന നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ താഴേക്ക് വരുന്നത് എപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്? ആ ചോദ്യത്തിന് ഉത്തരം വളരെ ചുരുക്കം അവസരങ്ങളിൽ മാത്രമാണ്. ഇവിടെ എന്താണ് അവലംബം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരാശരിയാണ് നോക്കുന്നത്. അതായത് 15 ദിവസം സ്റ്റേബിളായി നിൽക്കുന്ന വിലയാണോ എന്ന് നോക്കുന്നു. എന്നിട്ട് ആ ശരാശരി അനുസരിച്ചാണ്
കുറയ്ക്കുന്നത്. അപ്പോൾ ആ വിലനിർണ്ണയ രീതി കാരണം ഇപ്പോൾ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസം നമുക്ക് അതിന്റെ ഗുണം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. ക്രൂഡ് വില $75 താഴെയായി അടുത്ത 10 ദിവസം കൂടി നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷേ ജൂലൈ ആദ്യത്തെ ആഴ്ചയിൽ വില കുറയാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഇന്നോ നാളെയോ വില കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല. പിന്നെ നികുതിയുടെ കാര്യമാണ്. 3 രൂപ കേന്ദ്ര നികുതി ലിറ്ററിന് കേരളത്തിൽ വാറ്റായി കൊടുക്കുന്നത് 30 മുതൽ 34 വരെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അത് 34 അപ്പോൾ അത് കുറയ്ക്കുന്നതിനെ പറ്റി നമ്മുടെ മുഖ്യമന്ത്രി അധികാരത്തിലെത്തിയതിനു ശേഷം ഒന്നും മിണ്ടുന്നില്ല. ചുരുക്കത്തിൽ ഒന്നും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രം എസ് വിജയകുമാർ. അപ്പോൾ ചോദിക്കാത്ത ചോദ്യം ഏതാണ്? ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാലും ഇവിടെ പ്രതിഫലിക്കാത്തതിന് സർക്കാരുകൾ പറയുന്ന ന്യായം കൃത്യമാണോ? കേന്ദ്രവും എണ്ണക്കമ്പനികളും കുറയ്ക്കാതെ കേരളത്തിലും അനക്കമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണോ നമ്മൾ കരുതേണ്ടത് എന്നൊരു ചോദ്യം കൂടി കേരള സർക്കാരിനോട് ചോദിക്കാനുണ്ട്. DNAയിൽ ഇനിയുമുണ്ട് നിരവധി വാർത്തകൾ. അത് നമുക്ക് വിലയിരുത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഡെയിലി ന്യൂസ് അനാലിസിസ്. ഒരു ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയില്ല. സ്ഥാനത്തുള്ളയാൾ മന്ത്രിയായപ്പോൾ തുടങ്ങിയ ചോദ്യമാണ്, ആരാകും KPCC അധ്യക്ഷൻ? ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഹൈക്കമാൻഡ്. ഒറ്റപ്പദവി മാനദണ്ഡം നടപ്പാക്കി ജനപ്രതിനിധികളല്ലാത്തവരെ KPCC തലപ്പത്ത് കൊണ്ടുവരുമോ പാർട്ടി? അതിനിടെ പാർട്ടി കൂടി പിടിക്കാൻ VD പക്ഷം സജീവമായി രംഗത്തുണ്ട്. ജോസഫ് വാഴക്കൻ, ബെന്നി ബെഹ്നാൻ, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി, കൊടുക്കുന്നൽ സുരേഷ്, ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ. ഒരേ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നിരവധി പേരുകൾ വന്നത് ഗ്രൂപ്പ് മാനേജർമാർ എങ്ങനെ മറികടക്കുമെന്നറിയണം. VD പക്ഷത്തിന്റെ പരോക്ഷ പിന്തുണയോടെ കൊടുക്കുന്നൽ സുരേഷ് കസേരയ്ക്കായി പിടിമുറുക്കുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് ദളിത് പ്രാതിനിധ്യം ആവശ്യമാണെന്നാണ് കൊടുക്കുന്നലിന്റെ വാദം. മന്ത്രിസഭാ രൂപീകരണ സമയത്തെ ഫോർമുല അംഗീകരിക്കണമെന്നാണ് ചെന്നിത്തല പക്ഷത്തിന്റെ ആവശ്യം. ഈ ഫോർമുലയും ഒരാൾക്ക് ഒരു പദവി എന്ന ആവശ്യവും ചേർത്തുവച്ചാൽ അത് വാഴയ്ക്കൻ അനുകൂലമാകും. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരാൻ MLA-മാർക്കിടയിലും MP-മാർക്കിടയിലും ചരട് വലിച്ചത് ബെന്നി ബെഹ്നാൻ MP-യാണ്. KC പക്ഷത്തിന്റെ പിന്തുണ കിട്ടും എന്ന പ്രതീക്ഷയും ബെന്നി ബെഹ്നാനുണ്ട്. എന്നാൽ KC ഇതുവരെ മനസ്സു തുറന്നിട്ടില്ല. പാർട്ടി ഭരണം കൂടി പിടിക്കാൻ VD പക്ഷത്തിന് കഴിഞ്ഞാൽ കളി മാറും. DCC അധ്യക്ഷന്മാർക്കും മാറ്റമുണ്ടായേക്കും. 7 DCC അധ്യക്ഷന്മാരാണ് ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിച്ചത്. ഇതിൽ ജയിച്ച 5 പേർ ഉൾപ്പെടെ 7 പേരും മാറാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. വിദേശയാത്രയിൽ ഉള്ള രാഹുൽ ഗാന്ധി 29-ന് തിരികെ എത്തുന്നതോടെ ചർച്ചകൾ തുടങ്ങാനാണ് തീരുമാനം. പുതിയ KPCC അധ്യക്ഷൻ വന്നതിന് ശേഷമാകും ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലേക്കുള്ള നിയമനവും നടക്കുക. എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് TV. ജോഷി കുര്യൻ, ഇത് ഏത് പക്ഷത്തിന് പോകും KPCC അധ്യക്ഷ പദവി എന്ന് കേരളം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണോ? കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ട്വിസ്റ്റൊക്കെ കണ്ടതാണല്ലോ. ഒരാൾക്ക് ഒരു പദവി എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നൊരു കാര്യമല്ല. കാരണം അവിടെ ഈ പദവികളൊക്കെ ഇങ്ങനെ വലിയ അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരാണ്. അത് എത്ര പദവി കിട്ടിയാലും അവർക്കൊന്നും മതിയാകില്ല. അത് അങ്ങ് ഖാർഗെ മുതൽ ഇങ്ങ് താഴെത്തട്ടിലേക്കുള്ള ആളുകൾക്ക് വരെ അതാണ് അവസ്ഥ. അതുകൊണ്ട് ഈ ഒരാൾക്ക് ഒറ്റ പദവി എന്ന് പറയുന്നതൊന്നും കോൺഗ്രസിൽ നടപ്പാകും തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വൈകിയതെന്നറിയാവോ? അതായത് ഇത് തമ്മിലടി ഉറപ്പാണ്. ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചൊല്ലി തമ്മിലടി ഉറപ്പാണ്. അതായത് ഈ അധികാരത്തിൽ വന്ന് ഇത്രയും ദിവസമായല്ലേ ആയുള്ളൂ. അതൊരു കുറച്ച് ദിവസം കഴിയട്ടെ, തമ്മിലടി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി എന്ന നിലയിലാണ് ഇത്രയെങ്കിലും ഒക്കെ വൈകിപ്പിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ നിലയിൽ നാം മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ മാത്യു കുഴൽനാടിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഒക്കെ തന്നെ പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി തന്നെ ഉയരുന്നുണ്ട്. VD ആകട്ടെ ഈ പറയുന്ന MP കൊടിക്കുന്നിൽ സുരേഷിനെ മുന്നിൽ നിർത്തി രംഗത്ത് വരുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ജോസഫ് വാഴക്കൻ അങ്ങ് ദില്ലിയിൽ പോയി ഹൈക്കമാൻഡിനെ കാണുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുകയല്ല, ഗ്രൂപ്പുകൾ സജീവമാണ്, തങ്ങളുടെ ആളുകൾക്ക് വേണ്ടി നീക്കുപോക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഇതൊരു കൂട്ടപ്പൊരിച്ചിൽ കലാശിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. സുജയ. യെസ്, വിജയകുമാർ, നമ്മളിപ്പോ KPCC അധ്യക്ഷനായിട്ട് ആരാണ് എന്ന് ചോദിച്ചാൽ 1-2 അല്ല, 1-ലധികം പേരുകൾ നേരത്തെ മുതൽ തന്നെ കേൾക്കുന്നുണ്ട്. ഇതിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ 1-ലധികം പേരുകളാണല്ലോ. സുജയ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഹൈക്കമാൻഡിന് തന്നെയാണുള്ളത്. ഹൈക്കമാൻഡ് പലപ്പോഴും ഈ ഗ്രൂപ്പ് സമ്മർദ്ദത്തിന് വഴങ്ങാറാണ് പതിവ്. എല്ലാ കാലത്തും നമ്മളത് കണ്ടിട്ടുണ്ട്. കേരളത്തിലൊരു സവിശേഷ സാഹചര്യമുണ്ട്. ഒരു പുതിയ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. ആ മുഖ്യമന്ത്രി വന്ന വഴി തന്നെ അങ്ങേറ്റം ദുർഘടമായ വഴിയിലൂടെയാണ് വന്നത്. ആ മുഖ്യമന്ത്രി ഭരണത്തിൽ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡിന് ഇപ്പോഴൊരു റോൾ ഇവിടെ കൃത്യമായി വഹിക്കാനുണ്ട്. ഈ ഗ്രൂപ്പുകൾ കൊടുക്കുന്ന ലിസ്റ്റൊക്കെ മാറ്റിവെച്ച് ഹൈക്കമാൻഡ് സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനമെടുക്കുക. ഞാൻ ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ KC വേണുഗോപാൽ കൂടി ഉൾപ്പെട്ട സംവിധാനമാണ് എന്നെനിക്കറിയാം. അപ്പോഴും ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ
ഖാർഗെയും ഒക്കെ ഉൾപ്പെട്ട ആ സംവിധാനം ഈ ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരു പേര് അവർ കണ്ടെത്തുക, കേരളത്തിൽ കണ്ടെത്തട്ടെ, ആ പേര് തീരുമാനിക്കട്ടെ, അങ്ങനെ ഒരു പുതിയ KPCC പ്രസിഡന്റിനെ കൊണ്ടുവരട്ടെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാത്യു കുഴൽനാടനോ ജോസഫ് വാഴക്കനോ കൊടിക്കുന്നിൽ സുരേഷോ ബെന്നി ബെഹനാനോ ഷാഫി പറമ്പിലോ ഒന്നുമല്ലാത്ത ഒരു പുതിയ പേര് വരട്ടെ, പുതിയ നേതൃത്വം പാർട്ടിയെ നയിക്കാൻ വരട്ടെ. പാർലമെന്ററി പാർട്ടിയിൽ ഒരു പുതിയ നേതൃത്വം വന്നല്ലോ, അതുപോലെ സംഘടനയിലും ഒരു പുതിയ നേതൃത്വം വരട്ടെ, പുതിയ ലീഡർഷിപ്പ് വരട്ടെ. അതിന് ഹൈക്കമാൻഡ് തയ്യാറാകുമോ, അതോ ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഏതെങ്കിലും ഒരു നേതാവിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഒരു പുതിയ പ്രസിഡന്റ് വരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാനേ കഴിയൂ. കോൺഗ്രസിലെ കാര്യമാണ്, എന്തും സംഭവിക്കാം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് നിങ്ങൾ സെറ്റിൽമെന്റിന് പോകരുത് എന്നതാണ് എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത്. കാരണം KPCC അത് ഒരു പാർട്ടിയുടെ പരമോന്നതമായിട്ടുള്ള സംസ്ഥാനത്തെ ബോഡിയാണ്. അതിനെ നയിക്കാൻ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള, ഏറ്റവും നന്നായി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ സജ്ജമാക്കാൻ കഴിയുന്ന ഒരാളാണ് വരേണ്ടത്. അത് നേരത്തെ മുതൽ കണ്ട് പരിചയിച്ച മുഖങ്ങൾ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പുതുതായി ഒരാൾക്ക് അവസരം കൊടുക്കാം. ഇവിടെ ഇപ്പോൾ സാധ്യത കൽപ്പിക്കുന്നത് 1-2 പേർക്കല്ല, ഞാൻ മനസ്സിലാക്കുന്നത് 6 പേരെങ്കിലും പ്രധാനപ്പെട്ട സാധ്യതാ മുഖങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അവിടെ യുവനിരയിലേക്ക് ഉള്ള ഒരു അധികാര കൈമാറ്റം എന്നൊക്കെ ചിന്തൻ ശിബിരത്തിലൊക്കെ പറയും, പക്ഷേ അത് നടപ്പാകുന്നില്ല. അങ്ങനെ ഒരു നടപ്പാക്കലിലേക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? ഒറ്റപ്പദവിയാണ് മാനദണ്ഡമെങ്കിൽ ഞാൻ മാത്രം എന്ന് പറഞ്ഞ് ജോസഫ് വാഴക്കൻ നിൽക്കുന്നുണ്ട്. ജോസഫ് വാഴക്കനിലേക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് കൊടുക്കുമോ? ചെന്നിത്തലയ്ക്ക് കൊടുത്ത ഒരു ഉറപ്പുണ്ട്, പക്ഷേ ആ ഉറപ്പനുസരിച്ച് അങ്ങനെ കൊടുത്താൽ മറ്റുള്ളവർ മിണ്ടാതിരിക്കുമോ? ബെന്നി ബെഹനാന് ക്ലെയിമുണ്ട്, മാത്യു കുഴൽനാടന് ക്ലെയിമുണ്ട്. മാത്രമല്ല മറ്റുള്ളവരും അതേപോലെ തന്നെ സജീവമായി നിൽക്കുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് കുറെ കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിന് VDയുടെ പിന്തുണയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ KCRയെ പിന്തുണയ്ക്കുമെന്നത് പ്രധാനം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. S. വിജയകുമാർ. അപ്പോൾ ആ ചോദിക്കാത്ത ചോദ്യം ഏതാണ്? KPCC അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പിനതീതമായ തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരാൾക്ക് ഒരു പദവി മാനദണ്ഡം നടപ്പാക്കാൻ കോൺഗ്രസിന് അടുത്ത കാലത്തെങ്ങാനും കഴിയുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും തീരുമാനം അധികം വൈകരുത് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ നമുക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത്. നമുക്ക് ഇനി നോക്കാം ക്യുക്ക് ന്യൂസ് അപ്ഡേറ്റ്സ്. സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്ന് മരിച്ചത് 3 പേർ. പനിബാധിതരുടെ എണ്ണത്തിലും വർധന. ചികിത്സ തേടിയെത്തിയത് 9817 പേർ. 11 പേർക്ക് എലിപ്പനിയും 19 പേർക്ക് മഞ്ഞപ്പിത്തവും സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലായി 8 പേർക്ക് ഷിഗല്ല. കോടതി നിർദ്ദേശത്താൽ കീഴടങ്ങിയ പ്രതിക്ക് പോലീസിന്റെ വഴിവിട്ട സഹായം. ചികിത്സാ പിഴവ് കേസിൽ പ്രതിയായ ഡോക്ടർ വരുൺ നമ്പ്യാർക്ക് VIP പരിഗണന നൽകി കടവന്ത്ര പോലീസ്. അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വെക്കേണ്ട പ്രതിയെ സ്വതന്ത്രനാക്കി. പ്രതി പുറത്തുപോയതിന്റെ ദൃശ്യങ്ങൾ ബിഗ് ടിവിക്ക് ലഭിച്ചു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മെന്റലിസ്റ്റ് ആദിക്കും സംവിധായകൻ ജിസ് ജോയിക്കും തിരിച്ചടി. കേസ് റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. വഞ്ചനാ കേസ് ഒത്തുതീർപ്പിനില്ല എന്ന നിലപാടിൽ ഉറച്ച പരാതിക്കാരൻ ഇൻസോംനിയ എന്ന പരിപാടിയുടെ പേരിൽ ഇരുവരും ചേർന്ന് തട്ടിയെടുത്തത് 35 ലക്ഷം രൂപയെന്ന കൊച്ചി സ്വദേശിയുടെ പരാതി. തമിഴ്നാട്ടിൽ DMK CPM പോര് ശക്തം. പിണറായി വിജയനെയും കേരളത്തിലെ CPMനെയും അതിരൂക്ഷമായി വിമർശിച്ച് DMK മുഖപത്രം മുഴശ്ശൊലി. വിമർശനം വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ മോദിക്കും അദാനിക്കും ഒപ്പം നിൽക്കുന്ന ചിത്രം കൂടി ഉൾപ്പെടുത്തി. CPMന്റേത് പാളിപ്പോയ സാമ്പത്തിക നയമെന്നും DMK. ഫിഫ ലോകകപ്പിൽ കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാളണ്ടും നേർക്കുനേർ. ഫ്രാൻസ് നോർവേ പോരാട്ടം രാത്രി 12:30. ജയിക്കുന്ന ടീം ഗ്രൂപ്പ് ചാമ്പ്യന്മാർ. സ്പെയിൻ ഉറുഗ്വേ പോരാട്ടം നാളെ രാവിലെ 5:30. ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.